എത്രയോ പള്ളിയുടെ മഖ്ബറുകളിൽ ഇന്നും മയ്യത്ത് കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ എന്റെ സഹോദരങ്ങളെ, ഗുരുവായൂർ പ്രസംഗത്തിന് പോയി ഞാൻ 2 ദിവസത്തെ പ്രഭാഷണമാണ്. 1ാമത്തെ ദിവസത്തെ വാല് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തങ്ങുകയാണ്. പിറ്റേ ദിവസമാണ് ഒരു വാർത്ത കേൾക്കുന്നത്. തൊട്ടടുത്തുള്ള ചങ്ങരംകുളം എന്ന് പറയുന്ന പള്ളിമുറ്റത്തൊരു ഉമ്മാമ മരിച്ചു. അവരുടെ മയ്യത്തെ കബറടക്കാൻ പോകുമ്പോ അവര് വസിയത്ത് ചെയ്തിരുന്നു, മോനെ ഞാൻ മരിച്ചാ എന്റെ മയ്യത്തിന്റെ ഭർത്താവിന്റെ അടുത്ത് മറമാടണേ. മരിച്ചു ഭർത്താവാകട്ടെ 20 വർഷം മുമ്പ് മരണപ്പെട്ടയാളാ. എന്നിട്ട് ഉമ്മാക്ക് മയ്യത്ത് വെട്ടാൻ, ഖബർ വെട്ടാൻ ആ പള്ളിയുടെ വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി നോക്കുമ്പോ അതിന്റെ അടുത്തൊക്കെ വേറെ ഖബറുകൾ വന്നു പോയി, സ്ഥലമില്ല. അങ്ങനെ ഫത്വ ചോദിച്ചു. 20 വർഷമായില്ലേ അതൊക്കെ പോയിട്ടുണ്ടാവും. ആ ഖബർ റീഓപ്പൺ ചെയ്തിട്ട് അവിടെ തന്നെ ഉമ്മാനെ ഖബറടക്കാൻ പറഞ്ഞു. അങ്ങനെ ഖബർ വിളിക്കുമ്പോ 20 വർഷം മുമ്പ് ഖബറടക്കപ്പെട്ട വാപ്പാടെ മയ്യത്ത് ഒരു നൂലിന് പോലെ കേടുപാട് വരാറ് ഇന്നും അവിടെ അങ്ങനെ തന്നെ ഉണ്ട് മോനെ. ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, കേട്ട് കേൾവിയല്ല, ചരിത്രത്തിൽ വായിച്ചതല്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ ഇന്നും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അള്ളാഹു പറയുന്നു 5 മയ്യത്തുകൾ ദ്രവിക്കൂല. എന്റെ വിഷയം അവിടെയല്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവരുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒറ്റ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടവർ അവർ മരിക്കുന്നില്ല മക്കളെ, മരിക്കുന്നില്ല. എത്ര നാള് മണ്ണിൽ കിടന്നാലും അവർ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഉറപ്പിച്ചോ 5 പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ്. ഏതൊക്കെയാണ്? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. 5 പരീക്ഷണങ്ങൾ. ഒന്നാമത്തത് ആ ഖുർആന്റെ പ്രയോഗം തന്നെ നോക്കുക. വലനബലുവന്നകും, തീർച്ച നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. എത്ര അറബി അറിയുന്നവർ, അറബി ഭാഷ അറിയുന്നവർക്കറിയാം ആ വാക്കിൽ തഅക്കീദിന്റെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതിന് ഉറപ്പ് നൽകുന്ന കുറെ അക്ഷരങ്ങൾ അതിന്റെ കൂടെ അള്ളാഹു ചേർത്തിട്ടുണ്ട്. ഉറപ്പാണ്. മുസ്ലിമാണോ? ഈ 5 പരീക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിനക്ക് വന്നിരിക്കും, സംശയമില്ല കാര്യത്തിൽ. ഒന്നാമത്തത് വൽ ഖൗഫ് വനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം, പേടി നിനക്ക് തരും. ക്ഷമിക്കാൻ തയ്യാറാവുക. പേടി. നമ്മൾ ചിന്തിക്കും മങ്ങാരത്ത് ജീവിക്കുന്നവർക്ക് എന്ത് പേടി, മുട്ടാറുള്ളവർക്ക് എന്ത് പേടി, കടക്കാറുള്ളവർക്ക് എന്ത് പേടി. അതേ സഹോദരങ്ങളെ, ഇന്നും പേടിച്ച് വിറങ്ങലിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്നും ജീവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൽപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്നും പേടിച്ച അവർ ജീവിക്കുന്നത്. എന്തിനാ റോഹിംഗ്യയിലേക്ക് പോകുന്നത്? ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്ക്. ഞാൻ ജോലി ചെയ്യുന്ന നെടുമങ്ങാടിനടുത്തുള്ള തൊളിക്കോട് മഹല്ലിൽ ഹിഫ്ള് പഠിപ്പിക്കുന്നുണ്ട്. ഹിഫ്ള് ക്ലാസ് ഉണ്ട്. ഏതാണ്ട് 32ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 7 പേര് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണ്, യുപിക്കാരാണ്. പക്ഷേ ജുനൈദിനെ കൊന്നപ്പോ രക്ഷകർത്താക്കള് തിരിച്ചു വിളിച്ചു ഈ പാവം മക്കളെ. അവരുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥാപനം ഇല്ല, അപ്പൊ കേരളത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ജുനൈദ് മരിച്ചപ്പോ മാതാപിതാക്കൾക്ക് പേടി. എന്റെ മോനും അങ്ങനെ പേടി. തിരിച്ചു വിളിച്ചു. പല കുടുംബങ്ങളും ഉറങ്ങുന്നത് രാത്രിയിൽ പിന്നെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. കൽബുറങ്ങൂല്ല, കണ്ണുറങ്ങിയാലും ആ അവസ്ഥയിലാണ്. പിഞ്ചുമക്കളെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു. രാത്രി മുഴുവനും പേടിച്ച് വിറങ്ങലിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഭൂപടത്തിലുണ്ട്, ഈ രാജ്യത്ത് പോലും ഉണ്ട്. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളായാ മതി, ഒരാളെ പേടിക്കണ്ട, ഒരു ഭരണകൂടത്തെ പേടിക്കണ്ട. നിങ്ങളാകണം. ഖുർആൻ അടിസ്ഥാനമാക്കി ജീവിക്കണം. തിരുസുന്നത്തിന്റെ പാതയിൽ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പേടിക്കണം? പക്ഷെ നമ്മൾ ഇസ്ലാമിക സംസ്കാരം കൈവിട്ടപ്പോ അള്ളാഹു മുസ്ലിമീങ്ങളുടെ മേൽ ശത്രുക്കളുടെ കയ്യിൽ ആധിപത്യം കൊടുത്തു എന്ന ഹദീസ് ഇന്ന് അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളാകാൻ ആദ്യം ശ്രമിക്കുക.
ആദ്യത്തേത് ഭയപ്പാടാണ്, രണ്ടാമത്തേതോ വൽജൂ, ശക്തമായ വിശപ്പ് കൊണ്ട് ഞാൻ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വിശപ്പ് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കണ്ടില്ലേ, ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഭക്ഷണ സാധനങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ വിതറിക്കൊടുക്കുമ്പോ വാപ്പയും മകനും പെട്ടെന്നൊരു പൊതിയിൽ കൈപിടിച്ചു. പത്രത്തിലൊക്കെ വന്നതാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് അവസാനത്തെ പൊതി വന്ന് വീണു. എല്ലാവരും എത്തിപ്പിടിക്കുകയാണ്. അതിലേറ്റവും ഉയരമുള്ള 2 കൈ ആ ഭക്ഷണത്തിന്റെ 2 ഭാഗത്ത് പിടിച്ചു. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. ആരാ? ഒന്ന് വാപ്പയും ഒന്ന് മകനും. മകന് കൊടുക്കാതെ വാപ്പ പിടിച്ചെടുക്കുന്നു, വാപ്പാക്ക് കൊടുക്കാതെ മകൻ പിടിച്ചെടുക്കുന്നു. ഇത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത, ചിത്രമടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തയാ. കാരണം അഭയാർത്ഥി ക്യാമ്പിൽ വിശന്നിട്ടും മരണത്തിന്റെ മുന്നിൽ ഒരു പൊതി ഭക്ഷണം വന്നപ്പോ അത് മകന്റെ കയ്യിൽ പോലും കൊടുക്കാതെ പിടിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ആർത്തി പൂട്ടു നിൽക്കുന്ന, അത്രമാത്രം വിശപ്പിന്റെ നൊമ്പരം അനുഭവിക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ എങ്ങാനും വന്നാൽ അല്ലാഹുവേ തകർന്നു മോനെ ദുആ ചെയ്യുക എപ്പോഴും. മൂന്നാമത്തെ പരീക്ഷണം ഏതാ? ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. സാമ്പത്തിക പരാധീനതകളാണ്. കണ്ടില്ലേ, അത് GSTയുടെ കോലത്തിലാവട്ടെ, അത് നോട്ട് നിരോധനത്തിന്റെ കോലത്തിലാവട്ടെ, അത് ഏത് രൂപത്തിലാവട്ടെ, ഇന്നലത്തെ സമ്പന്നരൊക്കെ ഇന്ന് ദാരിദ്ര്യത്തിന്റെ നടുക്കയത്തിലേക്ക് മുങ്ങിത്താഴുകയാണ്. അല്ലാഹു പറയുന്നു വനഖ്സിൻ മിനൽ അംവാൽ. സാമ്പത്തിക പരാധീനത കൊണ്ട് നിന്നെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. നാലാമത്തെ പരീക്ഷണമേതാ? വൽ അൻഫുസി. പ്രിയപ്പെട്ടവരുടെ മരണമാണ്, വേർപാടാണ്, മക്കളുടെ മരണമാണ്, ഭാര്യയുടെ മരണമാണ്, ഭർത്താവിന്റെ മരണമാണ്. സഹിക്കാൻ കഴിയണേ, ഈ പരീക്ഷണങ്ങൾ ക്ഷമിക്കാൻ കഴിയണേ. എന്റെ സഹോദരങ്ങളെ, പറയാൻ എളുപ്പമുണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങളുടെ കടുപ്പമറിയണോ? ഒരു പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമേതെന്നറിയോ? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരലാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കലാണ്. ഒരു വാപ്പാക്കും അത് താങ്ങാൻ പറ്റുന്നതല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു 7 മക്കളെ കൊടുത്തു, നമുക്കറിയാം. പക്ഷേ ഹബീബ് വഫാത്താകുമ്പോ ഒരേ ഒരു മകളാ ജീവിച്ചിരിക്കുന്നത്, ഫാത്തിമ. 27 വയസ്സാ 26 വയസ്സാണെന്ന് ഫാത്തിമ ബീവിക്ക്. ഹബീബ് വഫാത്താകുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മോളാ. ബാക്കി മക്കളെ 6 മക്കളെയും കബറടക്കിയത് ഹബീബായ തങ്ങളെന്ന വാപ്പ തന്നെയാണ്. അറിയുമോ ഉമ്മ? മദീനത്ത് ചെന്നാൽ മദീന പള്ളിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാറി അവാലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഇന്ന് ചെന്നാൽ നമുക്കൊരു പഴയ മതിൽക്കെട്ട് കാണാ. ആ മതിൽക്കെട്ടിനൊരു കവാടമുണ്ട്, തകര കൊണ്ട് നിർമ്മിച്ച ഒരു കവാടമാണ്. അത് ഇന്നും പുരാവസ്തു ഗവേഷണ വകുപ്പ് സൂക്ഷിച്ചിരിക്കുകയാ. അതിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്ഥലം ഏതെന്നറിയോ? ഹബീബിന്റെ 7ാമത്തെ മകനുണ്ടല്ലോ, ഇബ്രാഹിം എന്നൊരു മകൻ പ്രവാചകന് ജനിച്ചു. ആ പൊന്നുമോനും പ്രസവിക്കപ്പെട്ടത് അവിടെ വെച്ചാ. പ്രസവിച്ച ഉടനെ മരിച്ചുപോയില്ലേ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ള മരിച്ചതിന്റെ വേദന മാറിയിട്ടില്ല, ഖാസിം മരിച്ചതിന്റെ നൊമ്പരം വിട്ടുപോയിട്ടില്ല. 3ാമത് കിട്ടിയ പൊന്നുമോനാണ് ഇബ്രാഹിം. ആ കിളന്തും മയ്യത്തെടുത്ത് കയ്യിൽ വെച്ചു. ആ മുഖത്ത് നോക്കിയിട്ട് ഹബീബിന്റെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവിൾത്തടത്തിൽ നിന്ന് ആ തുടച്ചു മാറ്റിയ കണ്ണുനീരെടുത്തിട്ട് ചോദിക്കുകയാണ്, നബിയേ താങ്ങാൻ പറ്റണില്ല അല്ലേ യാ റസൂലല്ലാഹ്? റസൂലുള്ളാഹ് മറുപടി പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹു തന്നത് അവനങ്ങ് തിരിച്ചെടുത്താൽ എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ്? പക്ഷേ ഞാനൊരു
വാപ്പയല്ലേ അബൂബക്കറേ, സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാ. അറിയുമോ മക്കളെ, അറിയുമോ, ചിന്തിക്കുമോ? ഈ ഹബീബിൻ അല്ലാഹു 6 മക്കളെയും ജീവിച്ചിരിക്കുമ്പോ തന്നെ തിരിച്ചെടുക്കുകയാണ്. എന്തൊരു ദുഃഖമാണമ്മ. ഇവിടെയാണ് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ളതും ഇത് തന്നെയാ. രാവിലെ സ്കൂളിലേക്ക് പോയ മക്കൾ തിരിച്ചു വരുമെന്നാര് കണ്ടു? മദ്രസയിലേക്ക് പോയവര് തിരിച്ചു വരുമെന്നാര് കണ്ടു? എത്രയോ ഉമ്മമാരുടെ മുമ്പിൽ പറക്കമുറ്റാത്ത മക്കളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടില്ലേ? അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? മനസ്സ് തകർന്നിട്ടില്ലേ? ഭ്രാന്തിയായി പോയിട്ടില്ലേ? എത്രയെത്ര സഹോദരിമാണം മനോനില തെറ്റിപ്പോയിട്ടില്ലേ? ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് തിരിച്ചറിയേണ്ടത്. അല്ലാഹു തന്നു, അവനങ്ങ് തിരിച്ചെടുത്തു. ക്ഷമിക്കാൻ കഴിയണേ ഉമ്മ. അഞ്ചാമത്തെ പരീക്ഷണമേതാ? വൽ അൻഫുസി വസ്സമറാ. നിന്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കലാ, നിന്റെ കാർഷിക വിളകളുടെ വിലയിടിക്കലാ. കൃഷിയൊക്കെ തകർന്നു, ഉള്ളതിനാകട്ടെ വിലയില്ല. ഇങ്ങനെ മാനസികമായ തകർച്ച ഈ 5 പരീക്ഷണങ്ങളിൽ ഒന്നെങ്കിലും അതികഠിനമായ രൂപത്തിൽ നിന്നെ ബാധിച്ചിരിക്കും. എപ്പോഴെങ്കിലും ആ പരീക്ഷയിൽ നീ വിജയിച്ചാൽ, അങ്ങനെ വിജയിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും നബിയേ. ഫബശ്ശിരിസ് സാബിരീൻ. അവർക്കാണ് സ്വർഗമുണ്ടെന്ന് പറ നബിയേ. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്ക് അല്ലാഹുവിന്റെ കരുണയും സ്വർഗത്തിന്റെ വിഭവങ്ങളും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചു കൊടുക്കുക നബിയേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും എന്തും സംഭവിക്കാം. ഒരു തർക്കവും അതിനകത്തില്ല, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കടിച്ചമർത്താനും സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറായാൽ ഒരു ഭാവിയിൽ നല്ല ഒരവസ്ഥ സുനിശ്ചിതമാണ്. അല്ലാഹ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും എപ്പോഴും ഒരേ അവസ്ഥ ആയിരിക്കില്ല. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് അടുക്കുക, വിശ്വാസം സമ്പൂർണ്ണമാക്കുക. അല്ലാഹുവിൻ്റെ പടച്ചവന്റെ വിധി എന്തു തന്നെയായാലും, അത് ഏത് വിഷയത്തിലായാലും തുറന്ന മനസ്സോടെയും നല്ല ചിന്താഗതിയോടെയും സമ്പൂർണമായും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറപ്പ അല്ലാഹു അതിനേക്കാൾ ഹൈറായത് തരും. ഒറ്റ ചരിത്രവും കൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. 10:10 2 മണിക്കൂറായി. ഒരൊറ്റ ചരിത്രവും കൂടി. ആ ചരിത്രം ഹൃദയസ്പർക്കായ ഒരു സഹാബിയുടെ ചരിത്രമാണ്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും ഇൻഷാ അല്ലാഹ്. ആ ചരിത്രം ഞാൻ പറയാൻ കാര്യം, പരീക്ഷണങ്ങളിൽ പതറിപ്പോയാൽ ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. എന്തെങ്കിലും ദുഃഖമോ വിഷമമോ പ്രയാസമോ ജീവിതത്തിൽ വന്നാൽ ഈ ദുആ ചെയ്തോളിൻ. ഉറപ്പാ, ഉത്തരം ഉറപ്പാ. ഈ കൂടിയ സഹോദരങ്ങളെ, വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാ. അതിന് ചരിത്രം കൂടി കേട്ടെങ്കിലേ ഇതിന്റെ യാഥാർത്ഥ്യം എത്രയാണെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും വിഷമഘട്ടത്തിൽ അകപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, ധൈര്യമായ ദുആ ചെയ്തോളിൻ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. അത് ചെയ്യാനുള്ള മനസ്സ് വന്നാൽ, ചിലപ്പോൾ വന്നോണമെന്നില്ല, വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആത്മാർത്ഥമായ മനസ്സിൽ തട്ടി ഈ ദുആ അങ്ങ് ചെയ്താൽ ഉത്തരം ഉറപ്പാണ്, യാതൊരു സംശയമില്ല ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിന്റെ പ്രവർത്തകർ ബക്കറ്റുമായി വരുന്നു. വേറെ പിരിവൊന്നുമില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് വരിക. വേറെ പരിപാടികളൊന്നുമില്ല. ഓരോ ദിവസവും ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ എത്ര മനോഹരമായി ഈ ചെറുപ്പക്കാർ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. നല്ലൊരു ചെലവിതിനുണ്ടല്ലോ, ഈ സൗണ്ടും ഈ ലൈറ്റും ഈ ഇരിപ്പിടവും സൗകര്യങ്ങളും ഒക്കെ. അൽഹംദുലില്ലാഹ്. നമ്മൾ കേട്ടില്ലേ? അള്ളാഹുവിന് ശുക്ർ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും ആ ബക്കറ്റിലേക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. നല്ല സംഭാവനകൾ. സാധാരണഗതിയിൽ ഏത് സദസ്സിൽ പോയാലും ഇപ്പൊ പിരിക്കാതെ പോകാനൊരു വിഷമമാണ്. കാരണം പിരിച്ച് ശീലിച്ചു പോയി. അതുകൊണ്ട് പിരിവില്ലെങ്കിൽ ഒരു സങ്കടമാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ പിരിക്കണില്ല. നിങ്ങൾ ആ ബക്കറ്റിൽ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല ചിന്ത, ഏതെങ്കിലും ഒരു നെയ്യത്ത് മനസ്സിൽ വെച്ച് അള്ളാഹുവെ ഈ ഇൽമിന്റെ സദസ്സ് സ്വർഗത്തിന്റെ തോപ്പാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും ഒരു നല്ല സംഭാവന ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. ഇന്നും നാളെയും കൂടെ ഉള്ളൂ, പിന്നെ നിങ്ങളോട് ചോദിക്കൂല. അതുകൊണ്ട് നല്ല എന്തെങ്കിലും ആ ബക്കറ്റിൽ നിങ്ങൾ സന്തോഷമായിട്ട് നൽകി അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കാം. 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് ഞാൻ തീർക്കും ഇൻഷാ അല്ലാഹ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നു മക്കയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് സഹാബാക്കളെ ഹിജ്റ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, സമയമാണ്. ഒരു ദമ്പതികൾ ജീവിച്ചിരുന്നു, ഭാര്യയും ഭർത്താവും. അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുമാ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടി. ഇവർ രണ്ടുപേരും ഈ കുട്ടിയോടൊപ്പം ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു. നബി തങ്ങൾ മദീനത്തേക്ക് പോവുകയും ചെയ്തു. ഇവർ മക്കയിലാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ സലമ, നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി മദീനത്തേക്ക് പോവാ, നമുക്ക് ഇവിടെ ജീവിക്കാം, ഇവിടെയാണ് സുരക്ഷിത താവളം എന്ന് പറഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഉമ്മു സലമ ഒരുങ്ങിക്കോ, നമുക്ക് മക്ക വിട്ടു പോയേക്കാം, മദീനത്തേക്ക് ഇനി തിരിച്ചു വരണ്ട, കുഞ്ഞിനെയും എടുത്തോ, അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന സാധന സാമഗ്രികൾ എടുത്തോ, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ തയ്യാറായി. ഭാര്യയെയും വിളിച്ചു, മക്കളെയും മോനെയും കുഞ്ഞിനെ എടുത്തു, സാധനങ്ങളൊക്കെ എടുത്തു, ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടി മക്കാ മുക്കറമയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. നടന്നും ഒട്ടകത്തിന്റെ പുറത്തും അങ്ങനെ കയറി യാത്ര ചെയ്തു. മക്കാ മുക്കറമയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ തൻഈം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് ഉംറയ്ക്ക് ചെല്ലുമ്പോ രണ്ടാമതൊരു ഉംറ ചെയ്യണമെങ്കിൽ അവിടെ പോയി ഇഹ്റാം കെട്ടണമെന്നാണ്. ആ പള്ളിയുടെ സ്ഥലമെത്തിയപ്പോ ഉമ്മു സലമയുടെ കുടുംബക്കാര് വളഞ്ഞു, മുശ്രിക്കുകളാണ്. അവർ വന്നിട്ട് അബൂ സലമയോട് പറഞ്ഞു, അബൂ സലമ, ഞങ്ങളുടെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നു, നീ അവളെ മുസ്ലിമാക്കി, ഞങ്ങളെ ക്ഷമിച്ചു, പക്ഷെ നീ ഇപ്പൊ അവളെയും ഞങ്ങളുടെ കുഞ്ഞിനെയുമായ മദീനത്തേക്ക് പലായനം ചെയ്യുന്നോ? വിടൂല അബൂ സലമ, വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഉമ്മു സലമയെ കുഞ്ഞിനെയും ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി തടങ്കലിലിടുകയാണ്. ഹാദിയ എന്ന പെൺകുട്ടിയെ ഇന്ന് തടങ്കലിലിട്ടിരിക്കുന്നത് പോലെ ഹാദിയ ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലകളിലും ഹാദിയമാരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ അള്ളാഹു സുനിശ്ചിതമായി വിജയിപ്പിച്ചു. വരുന്ന 27-ന്റെ സായം സന്ധ്യയിൽ ഹാദിയ വിഷയം സുപ്രീം കോടതിയിൽ വരുമ്പോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനമുരുകി ദുആ ചെയ്യണേ. 6 മാസമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേര് വീട്ടുതടങ്കലിൽ കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടിയാണ്. നമ്മൾ ഹാദിയ മുസ്ലിം ഇസ്ലാമിലേക്ക് വരണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അവളുടെ ഇഷ്ടമെന്തോ ആ രൂപത്തിൽ വിടണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മനമുരുകി ദുആ ചെയ്യണേ ആ പെൺകുട്ടിക്ക് വേണ്ടി എന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അന്നത്തെ ഹാദിയ ആയിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമയെയും കുഞ്ഞിനെയും വീട്ടുതടങ്കലിലാക്കി. ഇതറിഞ്ഞ് അബൂ സലമ പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ എന്തായാലും പോവാ, നിവർത്തിയില്ല, നബിതങ്ങൾ പോവാൻ പറഞ്ഞു, ഞാൻ പോവാ. എന്നെങ്കിലും നീ വീട്ടുതടങ്കലിൽ നിന്ന് മോചിതയായാൽ നീ മദീനത്ത് വന്നേരെ, ഞാൻ നിന്നെ കാത്തിരിക്കും മരണം വരെ. അതായിരുന്നു കുടുംബജീവിതത്തിലെ സ്നേഹം. അല്ലാഹുവേ, നിർബന്ധിതനായ ഭാര്യയോട് യാത്ര പറഞ്ഞ് അബൂ സലമ യാത്ര തിരിച്ചു മദീനത്തേക്ക്. ഉമ്മു സലമയെ കൊണ്ടുപോയി വീട്ടിനകത്തൊരു റൂമിനകത്ത് പൂട്ടിയിട്ടു. ഇത് കണ്ട് അറിഞ്ഞിട്ട് അബൂ സലമയുടെ കുടുംബക്കാര് വന്നു. അബൂ സലമയുടെ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, ശരി, അവൻ മുസ്ലിമായി, അവന്റെ ഭാര്യ മുസ്ലിമാക്കി, അത് അവരുടെ ഇഷ്ടമാണ്, അവളെ വിടുന്നില്ലെങ്കിൽ വിടണ്ട, നിങ്ങളുടെ അധികാരം. പക്ഷേ ആ കുഞ്ഞ് ഞങ്ങളുടെ മകന്റെ ചോരയാ, കുഞ്ഞിനെ നിങ്ങൾക്ക് തരൂല. പാല് കുടിക്കുന്ന കൊച്ചുകുട്ടിയെ അബൂ സലമയുടെ കുടുംബക്കാരും എടുത്തോണ്ട് പോയി. അല്ലാഹുവേ, അബൂ സലമയെ കാണാതെ ഒരു ഭാഗത്തുള്ള വേദന, മറുഭാഗത്തോ ചോര പൈതലിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയതിന്റെ വേദന. ഉമ്മു സലമയാവട്ടെ വീട്ടുതടങ്കലിൽ കരഞ്ഞ് തളർന്നു കഴിയുകയാണ്. ഭക്ഷണമില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒരേ ദുഃഖമാണ്, ഒരേ വേദനയാണ്, ഒരേ സങ്കടമാണ്. അങ്ങനെ കഴിയുമ്പോ
ഏകദേശം 8 ദിവസത്തോളമായി മരണത്തോട് അടുത്തു. മരിക്കാറായ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ തളർന്നു. ആ കുഞ്ഞാവട്ടെ ഉമ്മയെ കാണാതെ, പാല് കുടിക്കാതെ, അതും മരണത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടുപേരെയും കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ കുടുംബക്കാരെ, നിങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം കാരണം ഒരു ചോര പൈതലിന്റെ ജീവനല്ലേ, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവനല്ലേ, നിങ്ങൾക്ക് അവരെ അങ്ങ് വെറുതെ വിട്ടൂടെ? കുഞ്ഞിനെ കിട്ടിയാൽ ഉമ്മു സലമയ്ക്ക് പകുതി ആശ്വാസമായി. അത് സഹോദരിമാർക്കറിയാം, ചോര പൈതൽ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോഴുള്ള ദുഃഖം. ഉമ്മു സലമയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടുമ്പോൾ പകുതി ആശ്വാസമായി. പക്ഷെ അബൂ സലമയുടെ കുടുംബക്കാർ പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, അവളെ സ്വതന്ത്രയാക്കി വിടണം. വീട്ടുതടങ്കലിൽ വെച്ചാൽ ഞങ്ങൾ കുഞ്ഞിനെ കൊടുക്കൂല, മരിച്ചെങ്കിൽ മരിക്കട്ടെ. അവസാനം ഉമ്മു സലമയുടെ കുടുംബക്കാർ വഴങ്ങി, ആയിക്കോട്ടെ, അവളുടെ ഇഷ്ടം പോലെ വെക്കോട്ടെ, അത് തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഉമ്മു സലമയുടെ ചരിത്രമായിരിക്കും വരുന്ന നവംബർ 27 സായം സന്ധിയിൽ സുപ്രീം കോർട്ടിൽ നടക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹാദിയ എന്ന പെൺകുട്ടിയുടെ കേസിലും ഇത് തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉമ്മു സലമ തന്റെ കുഞ്ഞിനെയും എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു ഭർത്താവിന്റെ അടുത്തേക്ക്. മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു, തന്നീമിലെത്തി. അവിടെ വച്ചല്ലേ പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്. അവിടെ എത്തി ഒറ്റയ്ക്കൊരു യാത്ര പുറപ്പെടുകയാണ് ഒരു പെണ്ണ്, ഒറ്റയ്ക്ക്. അല്ലാഹുവേ, തന്റെ കുഞ്ഞുമായ മദീനത്തേക്കുള്ള യാത്ര പുറപ്പെടലിന്റെ തുടക്കമാണ്. ആരുമില്ല, വിജനമായ മരുഭൂമിയാ, മണൽത്തിട്ടകളെ ചവിട്ടി മെതിച്ചു മുന്നോട്ടുള്ള പ്രയാണം. ഒറ്റയ്ക്കാണ്, ഒരൊറ്റ മനുഷ്യനുമില്ല. ഒരു ദിവസം കൊണ്ട് എത്തൂല്ല, ദിവസങ്ങൾ കഷ്ടപ്പെട്ട് നടന്നും മറ്റുമൊക്കെയാണ് അവിടെ എത്തുക. അങ്ങനെ തനീമിന്റെ പരിസരത്ത് കൂടി ഒറ്റയ്ക്കൊരു പെണ്ണ് ബുർക്കയും ഇട്ട് ചോര പൈതലിനെയും തോളത്ത് വെച്ച് ഏകാന്ത പതികയായി നടന്നു പോകുമ്പോ അടുത്ത് ഓടി വന്നു ഒരു മനുഷ്യന്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, ഉസ്മാൻ ഇബ്നു അബീ തൽഹ. അദ്ദേഹം കാഫ് മുശ്രിക്കാണ്. വന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ എങ്ങോട്ടാ? അവര് പറഞ്ഞു, ഞങ്ങൾ മദീനത്തേക്ക് പോവുകയാണ്, ഈ കുഞ്ഞിന്റെ ഉപ്പാടടുത്തേക്ക് പോകാൻ തീരുമാനിച്ചോ ഉമ്മു സലമ? അതേ, തീരുമാനിച്ചു. നിനക്ക് ഇവിടെ നിന്നാ പോരെ, നല്ല ഭർത്താവിനെ തരാമല്ലോ, എന്ത് വേണമെങ്കിലും തരാമല്ലോ. ഇല്ല ഇല്ല, എന്റെ പ്രിയപ്പെട്ടവനെ മാത്രം എനിക്ക് മതി. കാരണം അബൂ സലമയുടെ സ്വഭാവത്തെ കവച്ചു വെക്കാൻ രണ്ടാമതൊരാളില്ല. ഒരു തവണ പോലും ഉമ്മു സലമയോട് ദേഷ്യപ്പെട്ടിട്ടില്ല, ഒന്ന് കയർത്ത് സംസാരിച്ചിട്ടില്ല. വല്ലാത്ത സ്നേഹമായിരുന്നു അവര് തമ്മിൽ. അതുകൊണ്ട് എനിക്കിനൊരു ഭർത്താവുണ്ടെങ്കിൽ അത് അബൂ സലമ മാത്രമാ എന്ന് പറഞ്ഞിട്ട് യാത്ര പോകാൻ ഒരുങ്ങുമ്പോ ഉസ്മാൻ ഇബ്നു അബീ തൽഹ പറയാണ്, പെണ്ണേ, എന്നാലേ ഒട്ടകത്തിന്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ സുരക്ഷിതമായി കൊണ്ടാക്കാം. അങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടകക്കട്ടിൽ കയറിയിരിക്കുകയാണ് ഉമ്മു സലമയും കുഞ്ഞും. ആ ഉസ്മാൻ ഇബ്നു അബീ തൽഹ മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു. ദിവസങ്ങൾ എടുത്തു, രാത്രിയും പകലും യാത്ര ചെയ്തു മദീനത്തെത്തി. മസ്ജിദുൽ ഖുബാഇന്റെ അടുത്തെത്തി. അൻസ്വാരികൾപ്പെട്ട മദീനക്കാരനായ ഒരു സഹാബിയെ കണ്ടു. അയാളുടെ കൈ പിടിച്ചിട്ട് ഉസ്മാൻ ഇബ്നു അബീ തൽഹ പറയാണ്, ഇത് ഉമ്മു സലമയാണ്, അബൂ സലമയുടെ ഭാര്യയും കുഞ്ഞുമാണ്. ഞാനിതാ സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അവർ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കണേ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി വരികയാണ്. ഉമ്മു സലമ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. അല്ലാഹുവേ, സമാഗമം ആ മദീനയുടെ മണ്ണിൽ സന്തോഷത്തോടെ വീണ്ടും ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ മദീനയിലെ ഭാര്യയും ഭർത്താവ് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, 5-6 വർഷങ്ങൾ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ മറ്റു 3 കുട്ടികളും കൂടി ജനിച്ചു ഇവർക്ക്. അങ്ങനെ 4 മക്കൾ, 4 പറക്കമുറ്റാത്ത കൊച്ചു മക്കൾ, കുഞ്ഞു മക്കൾ. അങ്ങനെ ഇരിക്കുമ്പോ ഇവർ രണ്ടുപേരും വിദേശികളാണ്, മക്കയെന്ന് വന്നവരാണ്. മദീനത്ത് മറ്റു ബന്ധുക്കളോ കുടുംബക്കാരോ ആരുമില്ല. ഒരു ചെറ്റക്കൂരയിൽ ഒറ്റയ്ക്ക് അങ്ങനെ കഴിയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, പരീക്ഷണങ്ങൾ വരുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഒന്നിച്ചങ്ങ് വരും. അബൂ സലമയ്ക്ക് ഒരു അസുഖം വന്നു, ഒരു പ്രയാസം.
ആ പ്രയാസം ഓരോ ദിവസവും മൂർച്ഛിച്ചു വന്നു. വേദന മുറുകി തളർന്നു കിടപ്പിലായി. അബൂസലമയ്ക്കും മനസ്സിലായി എന്റെ മരണമുറപ്പാണ്, ഞാൻ മരണത്തിന്റെ മുന്നിലാ. മരണത്തിന്റെ മാലാകയുടെ കാലൊച്ച കേൾക്കുകയാണ്. മലക്കുൽ മൗത്തിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അബൂസലമ തളർന്നു കിടക്കുന്ന കട്ടിലിൽ ഒരു ദിവസം തന്റെ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ ഉമ്മു സലമ, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നെ കരുതി മക്കയിൽ നിന്ന് കുടുംബക്കാരെ വിട്ടിട്ട് വന്നവളാണ് നീ. നാളെ ഞാൻ മരിച്ചുപോയാൽ ഉമ്മു സലമ എന്നെ ശപിക്കല്ലേ, എന്നെ കുറ്റപ്പെടുത്തല്ലേ. പറക്കമുറ്റാത്ത 4 മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനിനി ആരാ, ഇവരെ പഠിപ്പിക്കാനിനി ആരാ, ഇവരെ സംരക്ഷിക്കാനിനി ആരാ എന്ന് പറഞ്ഞ് എന്റെ അനാഥ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് സമ്പത്തൊരുക്കി വെക്കാത്തതിന്റെ പേര് എന്നെ പറ്റി പരാതി പറയല്ലേ. ഇത് കേട്ടിട്ട് ചങ്ക് പൊടിഞ്ഞ് കരഞ്ഞുപോയ ഉമ്മു സലമയോട് അബൂസലമ പറയാണ്, കരയണ്ട ഉമ്മു സലമ, ഈ അവസാന സമയത്ത് എനിക്കൊരാഗ്രഹമുണ്ട്. നിന്റെ മടിത്തട്ടിൽ കിടന്ന് ഞാനൊന്ന് മരിച്ചോട്ടെ, എന്റെ തലയെടുത്ത് നിന്റെ മടിയിലൊന്ന് വെക്കുമോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഭർത്താവിന്റെ തലയെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചു. അവസാന സക്കറാത്തിന്റെ വലിക്കാൻ പോവുകയാണ്. അബൂസലമ പറയുന്നു, പെണ്ണേ, ഞാൻ മരിച്ചാ നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ, അത് ചൊല്ലണേ ഉമ്മു സലമ. അല്ലാഹുവിന്റെ കാവല് നിനക്കുറപ്പാ. പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ചൊല്ലാൻ എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഉമ്മു സലമ. ഏതാണ് ആ ദുആ എന്നറിയോ? എന്റെ പന്തളങ്കാരാ, മക്കള് മരിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലും ഉണ്ടാവാ. അത് എന്റെ വീട്ടിലും വരാ, നിന്റെ വീട്ടിലും വരാ. അസുഖക്കാര് വരാ, പെട്ടെന്ന് രോഗമാവാ, സങ്കടങ്ങൾ വരാ, വിഷമങ്ങൾ വരാ, കരയേണ്ട ഒരവസ്ഥ വരാ. ആ സമയത്ത് ഈ ദുആ ചെയ്തോ, നമസ്കരിച്ച് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഈ ദുആ ചെയ്തോ, ഉത്തരമുറപ്പാ. ഏതാണ് ആ ദുആ എന്നറിയോ? ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഇടുക്കിക്കാരനായ ഷഫീഖ് ഖാസിമി 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാ ഈ ദുആ പഠിച്ചോ പെണ്ണേ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. ഇതാണ് ആ ദുആ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അജിർനി ഫീ മുസീബതി, എനിക്ക് വന്നു പിടിപെട്ട ഈ മുസീബത്ത് എനിക്ക് കൂലി തരണേ അല്ലാ. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, എനിക്കിതിനേക്കാൾ ഖൈറായത് തരണേ അല്ലാ. ഇതിനേക്കാൾ ഉത്തമമായ പ്രതിഫലം തരണേ അല്ലാ. ഇതാണ് ആ ദുആയുടെ അർത്ഥം. ഉത്തരം ഉറപ്പായും കിട്ടുന്ന ദുആയാ. അബൂസലമ റളിയല്ലാഹു അൻഹു ദുആ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അധിക നാൾ കിടന്നില്ല, അദ്ദേഹം വഫാത്തായി, മരിച്ചു. അല്ലാഹുവേ, മയ്യിത്തൊക്കെ ഖബറടക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലമാണ്. മയ്യത്തെ ഖബറടക്കി. ഈ 4 മക്കളും കുഞ്ഞു മക്കൾ. ഈ മക്കളെ ഇട്ടിട്ട് ഈ പെണ്ണിന് ജോലിക്ക് പോകാൻ പറ്റുമോ? അതും പറ്റൂല. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനുണ്ടോ? അതുമില്ല. ഒറ്റപ്പെട്ടു. ജീവിതത്തിൽ ദുഃഖത്തിന്റെ മേൽ ദുഃഖം. ആരെങ്കിലും കൊടുത്താൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, പട്ടിണിയോടെ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നു ഈ പെണ്ണ് ഉമ്മു സലമ. ഇരിക്കുമ്പോ അവര് ദുആ ചെയ്തു. ഈ ദുആ ഒരുപാട്, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. പക്ഷേ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി ഒരുപാട് പറയുമായിരുന്നു. ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണേ അല്ലാ, ഈ വിപത്തിൽ, ഈ പരീക്ഷണത്തിൽ എനിക്ക് കൂലി തരണേ അല്ലാ.
വഖ്ലുഫ്നി ഖൈറൻ മിൻഹ, അതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ അല്ലാ എന്ന വാക്ക് പറയുമായിരുന്നില്ല. കാരണം എന്തെന്നറിയോ? അബൂ സലമയേക്കാൾ നല്ല ഒരാൾ ഈ ഭൂമി ലോകത്തില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. ഒരിക്കൽ പോലും അബൂ സലമയോട് കയർത്ത് സംസാരിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരാളോടും അബൂ സലമ മുഖം കറുപ്പിച്ചിട്ടില്ല. എപ്പോഴും ശാന്ത സുന്ദര പ്രകൃതത്തിന്റെ ഉടമയായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. പകരക്കാരനില്ലാത്ത വ്യക്തിത്വമാ. ഇദ്ദേഹത്തെക്കാൾ നല്ല ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന് നബിതങ്ങൾ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് അബൂ സലമയ്ക്കറിയാം പിന്നെ ഇതിനേക്കാൾ ഖൈറായത് എന്തിനാ ചോദിക്കുന്നേ? വേണ്ട. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, ഈ വിപത്തിൽ, ഈ പരീക്ഷണത്തിൽ എനിക്ക് കൂലി തരണേ അല്ലാ, ഇത് മാത്രം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ ഭർത്താവ് പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഈ ദുആയും കൂടി പറഞ്ഞു പോകുമായിരുന്നു. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. ഈ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണമാണ് ഇനി അറിയേണ്ടത്. 4 മാസവും 10 ദിവസവും അവർ ഇദ്ദയിരുന്നു. ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം തന്റെ കൂരയുടെ മുമ്പിലേക്ക് ഒരു പുരുഷൻ കിടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ, നിനക്കൊരു കല്യാണ ആലോചനയുമായി ഞാൻ വന്നതാണ്. അബൂ സലമ ദേഷ്യപ്പെട്ടു. ആരടാ നീ എനിക്ക് കല്യാണാലോചന നടത്താൻ? എനിക്ക് വേണ്ട. എന്റെ അബൂ സലമയെ മറക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് എനിക്കിനി ഒരു പുരുഷൻ വേണ്ട, എനിക്കിനി ഒരു ഭർത്താവ് വേണ്ട. എന്നിട്ട് ഉമ്മു സലമ പറയാനടാ, ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്റെ അബൂ സലമയേക്കാൾ നല്ല ഒരാളെ ഭൂമി ലോകത്തില്ലെന്ന് എന്റെ റസൂലുള്ള പറഞ്ഞതല്ലേ. അതുകൊണ്ട് അബൂ സലമയേക്കാൾ നല്ലൊരാളെ തന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. അതില്ലല്ലോ, പിന്നെ എന്തിനാ നീ കല്യാണം ആലോചിക്കുന്നതും? മടങ്ങിപ്പോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ദേഷ്യത്തോടെ നടന്നു പോകുമ്പോ പുറത്തു വന്ന മനുഷ്യൻ പറയാണ്, നിക്കണേ ഉമ്മു സലമ, എന്നെ പറഞ്ഞേച്ചതാരെന്നറിയോ? നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചെന്നെ പറഞ്ഞു വിട്ടതാരെന്നറിയോ? അതൊന്ന് കേൾക്കണേ. വേണമെങ്കിൽ സ്വീകരിച്ചാ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് കേട്ടപ്പോൾ അസ്ത്രപ്രജ്ഞയായി ഉമ്മു സലമ നിന്നു. ആരാ നിന്നെ പറഞ്ഞേച്ചത്? അപ്പോഴാണ് ആ ദൂതൻ പറയുന്നത്, അത് മറ്റാരുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാ, അല്ലാഹുവിന്റെ റസൂലാ, അല്ലാഹുവിന്റെ റസൂലാ. ഉമ്മു സലമ അങ്ങനെ സ്തബ്ധയായി നിന്നുപോയ ആരാടി കല്യാണം ആലോചിക്കുന്നത്? അല്ലാഹുവേ. അവിടെ വെച്ച് ഉമ്മു സലമ 1 മിനിറ്റ് മിണ്ടാതെ നിന്നിട്ട് ആ ദൂതനോട് പറയാണ്, പോയി റസൂലുള്ളാഹിനോട് പറ, ഉമ്മു സലമയ്ക്ക് സന്തോഷമാണ്, പക്ഷേ എന്നെ സ്വീകരിക്കാൻ എന്റെ നബി ഒന്നല്ലോ സംതൃപ്തമാണ്. പക്ഷേ 2 കാരണത്തിന്റെ പേര്, ഹബീബിന്റെ ഭാര്യാപദത്തിലേക്ക് വരാൻ എനിക്ക് പേടിയാ, അതുകൊണ്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞേക്കുക. ദൂതൻ തിരിച്ചു വന്നു, നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഉമ്മു സലമയുടെ മറുപടി ഇങ്ങനെയാണ്, വേണ്ടാനാണ്. എന്താ കാരണം? എന്തോ പേടി കൊണ്ടാണത്രേ. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറയാണ്, ഉമ്മു സലമ, നീ എന്ത് കരുതേ? നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല നിന്നെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. നിന്റെ ശരീരത്തിലുള്ള ദാഹം തീർക്കാനല്ല, എന്റെ ലൈംഗിക ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനല്ല. എനിക്കതിന് ആയിഷയുണ്ട്, സഫിയയുണ്ട്, എനിക്കെന്റെ ഭാര്യമാരുണ്ട്. പക്ഷേ നിന്നോടിങ്ങനെ ചോദിക്കാൻ കാരണം എന്തെന്നറിയോ? എന്റെ അബൂ സലമ മരിച്ചപ്പോ അബൂ സലമയുടെ മയ്യത്ത് നിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ നീ അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ 4 കുരുന്നു മക്കളില്ലേ, പറക്കമുറ്റാത്ത 4 മക്കൾ. ആ മക്കൾ ഇറങ്ങി വന്നിട്ട് വാപ്പാടെ മയ്യത്തിന്റെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തപ്പോ, അബൂ സലമയുടെ കൈകാലുകൾ ചുംബിച്ചപ്പോ എന്റെ മനസ്സ് തകർന്നു പോയി.
അതുകൊണ്ട് അന്ന് തീരുമാനമെടുത്തതാണ് ഈ അനാഥ മക്കളുടെ വാപ്പയാകണമെന്ന് ആഗ്രഹിച്ചിട്ടാ, അല്ലാതെ നിന്റെ ജീവിതത്തിൽ ആഗ്രഹ പൂർത്തീകരണത്തിനല്ല എന്ന് പറയുമ്പോ ഉമ്മ സലമ തിരിച്ചു പറഞ്ഞു, നബിയേ, 2 കാരണങ്ങളാലാ വേണ്ടെന്ന് പറഞ്ഞത്. ഒന്ന്, എന്റെ ഭർത്താവ് അബൂ സലമ ശാന്തനായിരുന്നു, ഞാനോ മുൻകോപക്കാരിയാ, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങയുടെ ഭാര്യാപദത്തിലെത്തിയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കാണുമ്പോ ഞാൻ അങ്ങയോട് കാണും, അറിയാതെ ശബ്ദമുയർത്തിപ്പോയാൽ അല്ലാഹുവേ, ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു, എനിക്ക് പേടിയാണ് നബിയേ, അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. 2ാമത്തെ കാരണം എന്തെന്നറിയോ? അങ്ങേക്ക് ഒരേ ഒരു മോളെയുള്ളൂ, ഫാത്തിമ. പട്ടിണിയാണ് വീട്ടിൽ, ഒരു നേരത്തെ നല്ല ഭക്ഷണം ഫാത്തിമാക്ക് കൊടുക്കാൻ അങ്ങേക്കില്ല. അങ്ങ് തന്നെ പട്ടിണിയിലാണ്, അങ്ങ് പരിവട്ടത്തിലാണ്, വയറ് മുറുക്കി കെട്ടിയിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. നബിയേ, അങ്ങ് ദരിദ്രനായ അങ്ങയുടെ തലയിൽ 4 മക്കളെ കൂടി വെച്ച് കെട്ടിത്തരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല നബിയേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമ്മു സലമ, ഞാൻ കഴിച്ചാൽ ആ മക്കളും കഴിക്കും, ഞാൻ ഉടുത്താൽ ആ മക്കളും ഉടുക്കും, നിനക്ക് സമ്മതമാണോ? പിന്നെ നിന്റെ ദേഷ്യത്തിന്റെ വിഷയം, അതിന് ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, സമ്മതമാണോ? സമ്മതമാണ് നബിയേ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യയായി ഭാര്യാപദത്തിലേക്ക്, ലോകത്തെ ജനകോടികളുടെ ഉമ്മയായി മാതൃസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഉമ്മു സലമയെ കൊണ്ടുവരുന്നത്. മുസ്തഫ ഖയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൂദ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദും സൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയ. നബിതങ്ങളെ വഫാത്താകുമ്പോ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അതിൽ 9ാമത്തെ പെണ്ണാണ് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ. ഉമ്മു സലമയുടെ പേര് സൈനബ് എന്നാണ്. സഹോദരങ്ങളെ, ഈ സൈനബ് റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനമായി വഫാത്താകുന്നത് ഹിജ്റ 52-ൽ. നോക്കണം, ഞാൻ പറഞ്ഞു വന്നത് അബൂ സലമയേക്കാൾ നല്ലൊരാൾ ഈ ഭൂമി ലോകത്തില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആ ദുആ ചെയ്തു. അതിനേക്കാൾ ഖൈറായത് ഒരേ ഒരാളെയുള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് അതിനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടുന്നല്ല, അതിനേക്കാൾ ഖൈറായ പ്രതിഫലം ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു തരും. ഒന്നുകിൽ ഭർത്താവിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ മക്കളുടെ രൂപത്തിലാവാം. ഒരു കുഞ്ഞ് മരിച്ചു, അതിനേക്കാൾ നല്ല കുഞ്ഞിനെ അല്ലാഹു വേറെ തരും. ഈ കുഞ്ഞിനെ തന്ന അല്ലാഹു വേറെ കുഞ്ഞിനെ തരാനും കഴിവുള്ളവനാണ്. ബഹുമാനപ്പെട്ട എത്രയോ സഹാബിവര്യന്മാരുടെയും സഹാബി വനിതകളുടെയും ചരിത്രം മനസ്സാക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ സഹോദരങ്ങളോട്, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ദുആ മറക്കാതെ കൈമുതലായി മുറുക്ക പിടിച്ചോ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. ലോകം മുഴുവനും ലൈവായി കേൾക്കുന്ന കാണുന്ന എൻ്റെ സഹോദരങ്ങളോടും പറയുന്നു, ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തായാലും ഉറപ്പാ, പരീക്ഷണങ്ങൾ എന്തായാലും ഉറപ്പാ. ആ സമയത്ത് ഈ ദുആ കൈമുതലാക്കി മുറുക്ക പിടിച്ചോ. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തോ, ഉത്തരം ഉറപ്പാണ്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹു ഈ സദസ്സിനെ, ഇത് സംഘടിപ്പിച്ച എൻ്റെ യുവാക്കളെ, ഇതിന്റെ പിന്നിൽ അഹോരാത്രം കഷ്ടപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരുടെ വിയർപ്പ് അല്ലാഹു സ്വർഗത്തിന്റെ പനിനീർ പുഷ്പമാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അല്ലാഹു അവർക്ക് ഉന്നതമായ പദവിയും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.